ഫ്രാൻസിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. ഫ്രഞ്ച് പാർലമെൻറ്റായ നാഷണൽ അസംബ്ലിയിലേക്ക് നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഇടത് സഖ്യത്തിന് വൻ മുന്നേറ്റം. അധികാരത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിക്ക് അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടു. വലതുപക്ഷ സഖ്യമായ നാഷണൽ റാലി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ റിനൈസൻസ് പാർട്ടിയാണ് രണ്ടാമത്. അതേസമയം 577 അംഗ നാഷണൽ അസംബ്ലിയിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ല. 289 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഇതോടെ ഫ്രാൻസിൽ തൂക്കുസഭയ്ക്കാണ് സാധ്യത. ഫലം പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. 66.63% വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ ഇടതു സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് 182 സീറ്റ് നേടി. മാക്രോണിൻ്റെ പാർട്ടിക്ക് 163 സീറ്റുകളാണ് കിട്ടിയത്. നാഷണൽ റാലി 143 സീറ്റുകളിൽ വിജയിച്ചു. കഴിഞ്ഞ മാസമാണ് പാർലമെൻറ്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കുകയാണെന്ന് പ്രസിഡന്റ് മാക്രോൺ പ്രഖ്യാപിച്ചത്. തുടർന്ന് ചെറു സോഷ്യലിസ്റ്റ് പാർട്ടികൾ, ഗ്രീൻ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവർ ചേർന്ന് രൂപീകരിച്ച സഖ്യമാണ് NPF. ജൂൺ 23 നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 33.15% വോട്ട് നേടി മരീൻ ലെ പെന്നിൻ്റെ RN പാർട്ടിയായിരുന്നു ഒന്നാമതെത്തിയത്. അതിലൂടെ RNൻ്റെ 39 സ്ഥാനാർത്ഥികൾ MP സ്ഥാനം ഉറപ്പിച്ചിരുന്നു. ഇതേ നേട്ടം രണ്ടാം വട്ടവും ആവർത്തിക്കുമെന്നായിരുന്നു അഭിപ്രായ സർവേകൾ പറഞ്ഞത്. എന്നാൽ ഈ അഭിപ്രായ സർവേകളെയെല്ലാം അപ്രസക്തമാക്കിയാണ് ഇടത് സഖ്യത്തിൻ്റെ കുതിപ്പ്. RN വൻ വിജയം നേടുന്നത് ഒഴിവാക്കാൻ രണ്ടാം വട്ടത്തിന് മുമ്പ് മധ്യ ഇടതു ചേരികളിലെ 200-ലേറെ സ്ഥാനാർത്ഥികൾ തന്ത്രപരമായ സഖ്യമുണ്ടാക്കിയിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാലും മാക്രോണിന് പ്രസിഡന്റ് സ്ഥാനത്ത് 2027 വരെ തുടരാം. ആദ്യഘട്ടത്തിൽ ആകെ പോളിംഗ് 25%-ൽ താഴെയുള്ളതും വിജയിക്ക് 50%-എങ്കിലും വോട്ട് കിട്ടാത്തതുമായ മണ്ഡലത്തിലായിരുന്നു രണ്ടാം വട്ട വോട്ടെടുപ്പ് നടത്തിയത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പാരീസിൽ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒളിമ്പിക്സ് മാമാങ്കത്തിന് ആഴ്ചകൾ മാത്രം അവശേഷിക്കെ ആയിരക്കണക്കിന് വലതുപക്ഷ പാർട്ടി പ്രവർത്തകരാണ് തെരുവുകളിൽ പ്രതിഷേധിക്കുന്നത്. പ്രതിഷേധം അക്രമാസക്തമായതായും നിരവധി പേരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകൾ പറയുന്നു. അതിനിടെ അപ്രതീക്ഷിത വിജയത്തിൻ്റെ ആഹ്ലാദത്തിലാണ് ഇടതു പ്രവർത്തകർ. തൂക്കുസഭയെ ആശങ്കയോടെ കാണുന്നവരുമുണ്ട്. യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിപണിയാണ് ഫ്രാൻസ്. രാഷ്ട്രീയ അസ്ഥിരത വിപണിയിൽ പ്രതിഫലിക്കുമെന്ന ആശങ്കയും വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്.